നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മഴ പെയ്തതിന്റെ ആശ്വാസത്തിൽ ഒന്ന് നനഞ്ഞ മണ്ണും ഭൂമിയും കാണാനായി തൃശൂർ ജില്ലക്കാർ പുറത്തേക്കിറങ്ങി. പക്ഷേ കണ്ടതൊന്നും നനഞ്ഞു കിടക്കുന്ന ഭൂമിയല്ല, മറിച്ച് പതഞ്ഞു പൊങ്ങിക്കിടക്കുന്ന ഭൂമിയെയാണ്. തൃശൂരിൽ കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ ആശ്വാസം മാത്രമല്ല, നാട്ടുകാരിൽ വലിയ രീതിയിൽ ആശങ്കയ്ക്കും കാരണമായി. മഴയ്ക്ക് പിന്നാലെ റോഡുകളും പറമ്പുകളുമെല്ലാം പതകൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. ആമാടം, കോടന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശനിയാഴ്ച വൈകിട്ടോടുകൂടി പദമഴ അല്ലെങ്കിൽ ഫോം റെയിൻ പ്രതിഭാസം ഉണ്ടായത്. മഴയ്ക്ക് പിന്നാലെയാണ് സോപ്പ് പത പോലെയുള്ള പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതും ആശങ്ക വേണ്ട എന്നുമാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. പദമഴ പെയ്യാനുള്ള കാരണം അന്വേഷിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഫോം റെയിൻ എന്നും നോക്കാം. മഴയ്ക്ക് ശേഷം റോഡുകളിലും ജലാശയങ്ങളിലും പറമ്പുകളിലും ഒക്കെ വെളുത്ത പത കാണപ്പെടുന്ന പ്രതിഭാസത്തെയാണ് ഫോം റെയിൻ അല്ലെങ്കിൽ പദമഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേനൽ മഴ പെയ്യുന്ന സമയത്ത് ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഫോം റെയിൻ. സാധാരണഗതിയിൽ രണ്ട് സാഹചര്യങ്ങളിലാണ് പദമഴ പെയ്യുക എന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുണ്ട്. തൊട്ടടുത്ത ഫാക്ടറികളോ മറ്റോ ഉണ്ടെങ്കിൽ മലിനമായ അന്തരീക്ഷത്തിൽ നിന്ന് പത രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേനൽക്കാലത്ത് ചില മരങ്ങളിൽ പ്രത്യേകതരം അമ്ല രസമുള്ള പത രൂപപ്പെടുകയും ഇത് പത സൃഷ്ടിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നു. മരത്തിന്റെ പുറംതൊലിയുടെ പരുക്കൻ പ്രതലം വെള്ളത്തിന്റെയും ജൈവ വസ്തുക്കളുടെയും മിശ്രിതത്തെ ഇളക്കിവിടുകയും പത രൂപപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് മഴവെള്ളം മരക്കൊമ്പുകളിലൂടെ ഒഴുകി എത്തുമ്പോൾ. പദമഴ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം നദികളിലെയും അരുവികളിലെയും ഒക്കെ ജലപ്രവാഹമാണ്. നദികൾ, അരുവികൾ തുടങ്ങിയ ശക്തമായ ജലപ്രവാഹമുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ പാറക്കെട്ടുകൾ, അണക്കെട്ടുകൾ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങൾ എന്നിവയിലൂടെ വെള്ളം ഒഴുകുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വെള്ളം വായുവുമായും ജൈവ വസ്തുക്കളുമായും കലരുമ്പോൾ പതകളുടെ രൂപീകരണത്തിന് കാരണമാകും. വ്യാവസായിക മാലിന്യങ്ങൾ, അതായത് മലിനജലം, ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയവ ജലാശയങ്ങളിൽ എത്തിയാൽ അവയുടെ സർട്ടിഫിക്കറ്റ് ഗുണങ്ങൾ പതകളുടെ രൂപീകരണത്തിന് കാരണമാകുകയും ചെയ്തേക്കാം. മാത്രമല്ല, സംസ്കരിക്കാത്ത മലിനജലത്തിന്റെയും വ്യാവസായിക മാലിന്യങ്ങളുടെയും ഉയർന്ന സാന്ദ്രത തടാകങ്ങളിലെ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും നുര രൂപപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും. എന്നാൽ തൃശൂരിൽ പദമഴയുണ്ടായ പ്രദേശങ്ങളിൽ നിലവിൽ ഫാക്ടറികൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നുമില്ല. അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലയിലാണ് മഴയ്ക്ക് സാധ്യത. 2 ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഇന്ന് ഉച്ചതിരിഞ്ഞ് ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അനുബന്ധ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മലപ്പുറം, വയനാട് ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശം വന്നിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശവും ഉണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ട് തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ തന്നെ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനും ഉള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലിനും വാതിലിനും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗ്രഹോപകരണങ്ങളുടെയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത്.